ലോകത്ത് ഏറ്റവും ഭാഗ്യമുള്ളവൻ ആരാണെന്ന് അറിയാമോ? ആര്? കൈപ്പിണ്ണുള്ള ഒരു പെണ്ണിനെ കെട്ടിയവൻ. അത് ശരി. കയ്യിൽ പുണ്ണുള്ള ഒരു പെണ്ണിനെ കിട്ടിയവനെ? കയ്യില് പുണ്ണല്ല, കൈ പുണ്യം. ആ അതൊക്കെ പോട്ട് ഇപ്പൊ ഇവിടെ പറയേണ്ട കാര്യം എന്ത്? അല്ല, ചായ നല്ല ടേസ്റ്റ്. മാമ ആ കൈപ്പുണ്യം എന്റെ അല്ല, പിന്നെ ചായ ഇട്ട് റാമേട്ടനാ. അയ്യേ, അത് പോക്ക് മുതലേ അതിന് പോക്ക് മുതൽ എന്നെ അന്ന് നിന്നെ ഞാൻ ഒന്നും ഉണ്ടാക്കി തരാത്ത, മനസ്സിലായ? ആ ചിന്നു, നിന്റെ കൈപുണ്യം കാണിക്കാനുള്ളൊരു അവസരം വന്നിരിക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയോ, അത് ഒറ്റയ്ക്ക്. അയ്യോ, എനിക്ക് കൈപ്പുണ്യം തെളിയിക്കണ്ട കേട്ടാ, തെളിയിച്ചിടത്തോളം മതി. അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കുന്നില്ലേ? ഒരു മിനിറ്റ്, കോൾ വരും. ഹലോ ഏട്ടാ ചെറുക്ക, എത്ര നാളായി നീ വിളിച്ചിട്ട്? നീ ഇത്ര സിമ്പിൾ ആയിട്ട് വിശേഷം ഒന്നും ചോദിച്ചാ നീ ഇപ്പൊ എവിടെ എത്തി? നീ ഇപ്പൊ ഇവിടെ ഉണ്ടാ? കൊള്ളാം, എന്നിട്ട് ഇപ്പോഴാണ് എന്നെ വിളിക്കണേ. എടാ എന്നെ കാണാൻ വന്നില്ലേ നീ? നീ ഇപ്പൊ വരണുണ്ടോ? അയ്യോ അടിപൊളിയാട്ടാ, ഞാനേ വാട്സാപ്പിൽ ലൊക്കേഷൻ അയച്ചുതരാം. നീ കഴിച്ചാ? നീ വേറെ എവിടെയും കയറി ഒന്നും കഴിക്കല്ലേ, ഞാൻ ഉണ്ടാക്കി തരാം. ഓക്കെ ചേട്ടാ, എന്റെ ഫ്രണ്ട് നകുല് വരുന്നു. അവൻ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണല്ലോ ചേട്ടാ. എന്തോന്നും ഉണ്ടാക്കാൻ? നീ നേരത്തെ പറഞ്ഞത് ഒന്നും ഉണ്ടാക്കില്ല. അത് നിങ്ങൾക്കല്ലേ. അങ്ങനെയാണോ നകുൽ? നകുൽ നിന്റെ നല്ല ഫ്രണ്ട് അല്ലേ, പിന്നെ ഉണ്ടാക്കണോ? സാപ്പാട് ഉണ്ടാക്കാൻ പോണം. ആര്? നകുലെ? അവളെ ആർക്കെങ്കിലും ഉണ്ടാക്കട്ടെ, നമ്മ കൂടെ തിന്നല്ലേ. നന്ദിക്കണ്ടാ, കണ്ടവനുണ്ടാക്കില്ല. അച്ഛനെ വേണ്ട, അച്ഛൻ തിന്നണ്ട. ഇതെന്തൊരു പാട്? എനിക്ക് വേണ്ടടാ. നീ ഞാൻ നടക്കില്ലേ? ഓ, ആരും ഉണ്ടാക്കി കൊടുക്കണം, തിന്നാൻ വേണ്ടി കിടക്കണേ കിഴങ്ങ. കാലം പോയ പോക്കെ. അല്ല, കൂടെ പഠിച്ചതാണെന്നും പറഞ്ഞുണ്ട് ഇങ്ങനൊന്നും കാണിക്കാൻ പാടില്ല അല്ലേ? അപ്പച്ചി പോയി കെട്ടിപ്പിടിച്ചില്ലേ, അതിനെ പറ്റിയാണ് സംസാരിച്ചോണ്ടിരിക്കുന്നത്. അതിനിപ്പോ എന്തെന്നാ? കൂട്ടുകാരനൊക്കെ ശരി തന്നെ, പക്ഷെ പബ്ലിക്കായിട്ട് ഒരാളെ കെട്ടിപ്പിടിക്കാന്ന് വെച്ചാ അത് ഭർത്താവ് ഇരിക്കുമ്പോ ഇല്ലല്ലാതെ. പബ്ലിക്കായിട്ട് കെട്ടിപ്പിടിച്ചെന്ത് കുഴപ്പം? പ്രൈവറ്റ് ആയിട്ട് കെട്ടിപ്പിടിച്ചാലേ കുഴപ്പമുള്ളൂ. ഞാനൊരു പഴഞ്ചനായിരിക്കും, പക്ഷെ അത് ശരിയാവൂല. അച്ഛാ, ഈ ഗൾഫിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിപ്പിടിക്കുന്ന ഒരു ബഹുമാനത്തിന്റെ ഭാഗമായിട്ടാണ്. അതങ്ങ് ഗൾഫിലല്ലേ, ഇത് കേരളമാണ്. ഇവിടെ അത്ര ബഹുമാനമൊന്നും അല്ല അല്ലേ? വിദേശ രാജ്യങ്ങളിലെ പാമ്പും പഴുതാരയും തിന്നുന്നുണ്ട്, അതുപോലെ ഇവിടെ കേരളത്തിലുള്ളവരെ തിന്നു. അത് മാത്രല്ല, ചില രാജ്യങ്ങളുണ്ടല്ലോ ടോയ്ലറ്റ് പോയി കഴിഞ്ഞാൽ പേപ്പറാണ് ഉപയോഗിക്കണം. നിങ്ങൾ അങ്ങനെ ഉപയോഗിക്കോ? നീ എന്തിനാ കെടി പറയണത്? അത് ഇതോട്ട് എന്തൊരു ബന്ധം? ഭാര്യ ഭർത്താവിന്റെ സ്വകാര്യ സ്വത്താണ്. അറിയോ? ഞങ്ങൾ ഓപ്പൺ ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ചിന്തിക്കാൻ പറ്റണം. അത്രേ ഉള്ളൂ. അങ്കിള് കുറച്ച് ഓപ്പൺ ആവും കേട്ടോ. നീ എന്തൊരു ബിജ്ജും ബേക്കടി പറയണത്? നീ എണീച്ച് വാ, അവളെ ഒരു ഫ്രണ്ട് വന്നിരിക്കണം, അങ്ങോട്ട് പോയാലേ മര്യാദ അല്ല. വാ ഞാൻ അതിനകത്ത് കഴിച്ചിട്ട് വരില്ലെന്നല്ലേ പറഞ്ഞു? നീ വിളിച്ചപ്പോഴത്തേക്ക് ഞാൻ കഴിച്ചു തുടങ്ങിയായിരുന്നു, പിന്നെ അങ്ങ് ഫിനിഷ് ചെയ്തിട്ട് വരാന്ന് വിചാരിച്ചു. അല്ല, എന്നാലും ഞാൻ നോക്കുകയായിരുന്നു, കല്യാണം കഴിഞ്ഞ് മൊത്തത്തിലങ്ങ് മാറിപ്പോയി. അല്ലേ, തടിച്ച്. പക്ഷെ എന്നാലും കുഴപ്പമില്ല, സുന്ദരിയൊക്കെ തന്നെ. ഞാൻ ചോദിക്കുന്നത്, നീ ഇതിപ്പോ ചെയ്ത്? ഇത് കുറച്ചു നാളായി. എങ്ങനെയുണ്ട് നിന്റെ തോളത്ത് ഉള്ളത് കണ്ട് ചെയ്തു? അത് തന്നെ. എടാ, പരിചയപ്പെടുത്താൻ ആവശ്യമില്ല, ഇത് എന്റെ ഫാദർ ഇല്ല. ഇത് എന്റെ ചേട്ടന്റെ മോള് പിങ്കി. ഇപ്പം കണ്ണി കൊണ്ടുവരാ. ഞാൻ രാമനുണ്ണി. പിങ്കി എന്ത് ചെയ്യുന്നു? ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്നു. എന്തൊരു ജോലി? എനിക്ക് ബിസിനസ്സാ, ഇലക്ട്രോണിക്സിന്റെ. തകരപ്പറമ്പില? അല്ല, കാനഡ. കാനഡയിൽ? അല്ല എടി, നീ കാനഡയ്ക്ക് വരുന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് വരാത്തത്? നീ വിളിച്ചില്ലല്ലോ. അതിന്റെ പ്രശ്നമാണോ? എന്നാ അടുത്ത വരവിൽ വരുമ്പോ നമുക്ക് പോവാന്നേ. ഇനിയിപ്പോ അക്കോമഡേഷനൊക്കെ ഉണ്ടല്ലോ, നമുക്ക് ഒരുമിച്ച് വരാം. നീ വിസ ഒക്കെ എടുക്കടാ. അടുത്ത വരവിൽ വരുമ്പോഴത്തേനെ നമുക്ക് എന്തായാലും വിസ റെഡിയാക്കാം. കൂടെ കുറച്ച് ടൈഗർ ബാം ഒക്കെ ആയിട്ട് ഞാൻ വരാം. അതാകുമ്പോ സ്ഥിരം ആക്കണ്ടല്ലോ, ഫ്രഷ് സാധനം കൊണ്ടുവരാം. നിന്റെ പിശുക്കിനൊന്നും ഒരു മാറ്റവും ഇല്ല. ഫിസിക്കല്ല, ആക്ച്വലും കൂടെ കൊണ്ടുവരാം. നീ കെട്ടണില്ലേ? കെട്ടാനൊക്കെ എന്ന് പറഞ്ഞാൽ ഈ നേരത്തെ ഉണ്ടായിരുന്നോളൂ പോയേ. അത് കാരണം കെട്ടുന്നതിനെ പറ്റിയൊക്കെ ഉള്ള അനിയത്തി കൂടെ കെട്ടിയാലോ എന്നിങ്ങനെ. ഹലോ, പിങ്കി ഇവിടെ ഒന്നും കാണുമോ, അതോ വല്ലപ്പോഴും ഉള്ളൂ? എന്നാ പിന്നെ ഞാനങ്ങോട്ട് പയ്യെ ഇറങ്ങിയാലോ?
ഇത്ര പെട്ടെന്നാ? പോണെന്ന് ചെന്നിട്ട് ഒരു പരിപാടി ഉള്ളതാ. വിശേഷം ഒന്നും പറഞ്ഞു തീർത്തില്ല. വിശേഷമൊക്കെ നോക്കി ഇനി പറയാൻ, ഇനി അടുത്ത ഞാൻ വരുന്നുണ്ടല്ലോ, അപ്പൊ വന്നോണം കേട്ടല്ലോ. എന്റെ കൈ കൊണ്ട് ഫുഡ് ഉണ്ടാക്കി കഴിക്കണ്ടേ നിനക്ക്? പിന്നെ വേണ്ടേ, എന്നാ പിന്നെ പണിയും. പോകുന്നതിന് മുമ്പ് ഞാൻ ഒന്നുകൂടെ വരാം. പിങ്കി ഹാപ്പി അല്ലേ? ഒന്നുകൂടെ വരാം. അപ്പോഴത്തേനും നമുക്ക് ഫുഡും കഴിച്ചിട്ട് പോവാം. അപ്പൊ ഇപ്പൊ കഴിച്ചില്ലേ? ഇല്ല കേട്ടാ. അപ്പൊ അച്ഛാ ആ ഫുഡ് നമുക്ക് ഉണ്ട് കേട്ടാ. സോറി. എന്നാ പിന്നെ ഞാൻ അല്ല, നമുക്ക് വെറുതെ അങ്ങോട്ട് വാ. ഞാൻ നമുക്ക് ഉണ്ടാക്കിട്ട് വരാമേ. പിങ്കി ബൈ. പൊക്കോളൂ താത്ത. പിങ്കി ഫുഡ് എവിടെ ഇരിക്കണേ? എന്നിട്ട് പറയാം ചേട്ടാ, കൊണ്ട് വാ. ഇപ്പോൾ എന്തിനാ ഇത് കാണിക്കണത്? അത് തന്നെ. ആരെങ്കിലും എടുത്ത് തന്നിട്ട് പോയിക്കൂടി, കഴിച്ചോണ്ടെങ്കിലും ഇരിക്കായിരുന്നു. നിനക്ക് 24 മണിക്കൂർ ആകാരം ഒറ്റ ചിന്തയുള്ളൂ, മങ്കുണ. അപ്പൊ ഇവിടെ ഇരുന്ന് എന്തൊക്കെ കാണിച്ചെന്ന് നിനക്ക് അറിയാമോ? അവിടെ കൈ കയറി പിടിച്ച് കൈ കയറി പിടിച്ചെന്ന്. എന്റെ അങ്ങളെ കൈ കയറി പിടിച്ചത് പോട്ട്. ആളെ നോട്ടം കണ്ട ഒരു കാട്ട് കോഴി നോക്കണ ആൾക്ക് 2 ഉണ്ട കണ്ണെടുത്ത് നിന്റെ പുറത്തിട്ട്. അവന് കാണുമ്പോ തന്നെ ഒരു കള്ള ലക്ഷണമുണ്ട്. അച്ഛൻ അവൻ കാനഡയിലെ കൊണ്ടുപോകുന്നു. നിന്നെ കൊണ്ടുപോകില്ല, അവളെ കൊണ്ടുപോകും കാനഡ. അല്ല മക്കളെ, അങ്കളെ പോക്കതാണ്. സൂക്ഷിച്ച ദുഃഖിക്കണ്ട. സൂക്ഷിക്കാൻ തോന്നുന്നു. കണ്ണും ചാരിയും നമ്മ പെണ്ണും കൊണ്ട് അങ്ങ് പോവും. കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞ് വിശ്വസിച്ചോണ്ട് ഇവിടെ ഇരുന്നോ കേട്ടാ. ആര്? അപ്പച്ചി വിശക്കെ ആയിരുന്നു. ഇനിയിപ്പോ വേണ്ട. വെച്ചേക്കണ്, ആ ഒരൊറ്റ ചിന്ത മാത്രമേ ഉള്ളൂ. വെച്ചേക്കണ്. അയ്യേ.